ഇന്ന് നമുക്ക് ഒരു സംഭവ കഥ പരിശോധിക്കാം. ഇത് നടക്കുന്നത് അങ്ങ് സെർബിയയിലാണ്. 1996 മാർച്ച് മാസം 26-ാം തീയതി സെർബിയയുടെ ആകാശത്തിൽ പേമാരി വീഴുകയായിരുന്നു. കാതടപ്പിക്കുന്ന ഇടിമുഴക്കങ്ങൾക്കൊപ്പം ഭയാനകമായ കൊള്ളിയാനുകൾ ഇടയ്ക്കിടെ മിന്നിമറയുന്നുണ്ടായിരുന്നു. ആ വെളിച്ചത്തിൽ ക്ഷണിക്കപ്പെടാത്തൊരതിഥി വരവായി. കിരാതരൂപം പൂണ്ട കൊലയാളി ചെകുത്താൻ F-117 നൈറ്റ് ഹാക്ക്. ഈ എയർക്രാഫ്റ്റിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. F-117 നൈറ്റ് ഹാക്ക് ലോകത്തിലെ തന്നെ ആദ്യത്തെ കോമ്പാക്ട് റെഡി സ്റ്റെൽത്ത് ബോംബർ എയർക്രാഫ്റ്റാണ്. 1990കളുടെ ആരംഭത്തിൽ കോൾഡ് വാർ നിഴലുകളിൽ നിന്നും ആധുനിക യുദ്ധരംഗത്തേക്ക് കടന്നു വന്ന അമേരിക്ക എന്ന സാമ്രാജ്യത്വ കഴുകൻ്റെ ആവനാഴിയിലെ ബ്രഹ്മാസ്ത്രം. നീളം 20 മീറ്റർ, വിങ് സ്പാൻ 13.21 മീറ്റർ, ഉയരം 3.78 മീറ്റർ, ഭാരം 1380 കിലോ. മണിക്കൂറിൽ 1040 കിലോമീറ്റർ വേഗത്തിൽ പറക്കുന്ന വിമാനത്തിന് ജനറൽ ഇലക്ട്രിക് F404, F1D2 ടർബോഫാൻ നോൺ ആഫ്റ്റർ ബേൺ എഞ്ചിനുകൾ ശക്തി പകരും. പ്രത്യേക രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ബോഡി ഡിസൈൻ റഡാർ സിഗ്നേച്ചർ ആഗീകരണം ചെയ്യുന്ന കോട്ടിംഗ് നിർവഹിച്ചിരിക്കുന്നു. ഇന്റേണൽ വെപ്പൺ ബേ 2250 കിലോഗ്രാം ഭാരമുള്ള ബോംബുകൾ വഹിക്കാനാകും. ബോംബുകൾ ഇവയാണ്: LU-109, GBU-10, GBU-12, GBU-27 ലേസർ ഗൈഡഡ് ബോംബുകൾ. 45,000 അടി ഉയരത്തിൽ ശത്രുരാജ്യ റഡാറുകളുടെ കണ്ണുവെട്ടിച്ച് കനത്ത നാശം വിതയ്ക്കാൻ